ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പെർഫെക്റ്റായ അനുഗ്രഹമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം. പാർശ്വഫലങ്ങളില്ലാത്ത അനുഗ്രഹം. ലോകത്തിൽ എന്ത് കിട്ടിയാലും അതിന് കുറേ മെരിറ്റുമുണ്ട്, ഡീമെരിറ്റുമുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം പെർഫെക്റ്റാണ്. ആ അനുഗ്രഹം നൽകാമെന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. അതിന് കുറേ കാരണങ്ങൾ, എന്താണ് അബ്രഹാം ആ കാര്യത്തിലൊക്കെ ചെയ്തതെന്ന് 1-2 ആഴ്ചകളിലായി പല മീറ്റിങ്ങുകൾ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഒരു പരീക്ഷ ദൈവം അബ്രഹാമിന് നടത്തി. ആ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. ഒന്നുകൂടെ പറയുന്നു, ഒരു പരീക്ഷ, ഒരു പരിശോധന അബ്രഹാമിന് ദൈവം നടത്തി. അതിൽ അബ്രഹാം ജയിച്ചു. അതാണ് അവിടെ പറയുന്നത്, ഈ കാര്യം നീ ജയിച്ചു. എത്ര പേർക്ക് സ്തോത്രം പറയാം? 22:1 ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. മതി. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, സ്തോത്രം, ഇത് അബ്രഹാമിന് നേരെയുള്ള അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു. സ്തോത്രം എന്ന് ഞാൻ ഓർപ്പിച്ചു. അവൻ പാപം ചെയ്തതുകൊണ്ടോ ദോഷിയായതുകൊണ്ടോ ഒന്നും അല്ല, അവൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന. സ്തോത്രം. അവന് ദൈവത്തിൽ എത്രമാത്രം ഉറപ്പുണ്ട് എന്നുള്ളതിനെ ഒന്ന് വെളിപ്പെടുത്താൻ ദൈവം ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മെ എന്തു ചെയ്യും? പരിശോധിക്കും. ദൈവം തന്നതിനോടാണോ നമുക്ക് സ്നേഹം, അതോ തന്ന ദൈവത്തോടാണോ സ്നേഹമെന്ന് ദൈവം പരിശോധിക്കും. സ്തോത്രം. അവിടെയും നമ്മൾ തെളിയിക്കണം, ദൈവത്തോടാണ് എനിക്ക് സ്നേഹം. അപ്പോൾ ഇങ്ങനെ ദൈവം പരിശോധിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ അതിനോടനുബന്ധിച്ച് പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 16:4. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. മതി. ഇതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളേണം. നന്മ കൊടുക്കുകയും ചെയ്തു, കൊടുത്തത് അനുസരിക്കുമോ എന്നറിയാൻ ഒരു പരീക്ഷയായി വയ്ക്കുകയും ചെയ്തു. എന്താണ് പരീക്ഷ? ഓരോ ദിവസവും അന്നന്നേക്ക് വേണ്ടതേ എന്ത് ചെയ്യാവൂ? വലിയ കുട്ടയും കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്, പെറുക്കാൻ പോകരുത്. സ്തോത്രം. മനസ്സിലായോ? ഇനി നാളെ കിട്ടൂലല്ലോ എന്ന് ചിന്തിച്ച് ദൈവം വിശ്വസ്തൻ. മനസ്സിലായോ? ദൈവം വിശ്വസ്തൻ. ഇന്ന് തന്ന ദൈവത്തിന് നാളെയും തരാൻ പറ്റും എന്ന് നീ ദൈവത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്നത്തേക്കേ പെറുക്കാവൂ. ഇന്നത്തേക്ക് പെറുക്കുന്നവൻ തെളിയിക്കുന്നത് നാളെ എൻ്റെ ദൈവം എനിക്ക് തരും. എത്ര പേർക്ക് സ്തോത്രം പറയാം? നാളെയെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂതായി പറയുന്നു, നിന്റെ അകത്ത് ദൈവത്തിലുള്ള ഉറപ്പില്ല.
എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? നാളെയെ ഓർത്താരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, നാളെ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിന്റെ അകത്ത് ചഞ്ചലമുണ്ടെങ്കിൽ, ആ വാക്ക് വരുന്നത് ദൈവത്തിലുള്ള അവിശ്വാസത്തിൽ നിന്നാണ്. ദൈവം പരീക്ഷിക്കേണ്ടുന്നതിന് പറയുന്നു, ഇന്ന് വേണ്ടുന്നത് ഇന്ന് പെറുക്കിക്കൂ. നാളെ ദൈവമുണ്ട്. നാളെ ദൈവം ഉണ്ടെങ്കിൽ നാളെ മന്നയും ഉണ്ട്. ഇനി എന്നും മന്നയില്ല, എന്നും ദൈവമുണ്ട്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? എന്നും മന്നയില്ല, എന്നാൽ എന്നും ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തിന് കാരണമായത് നാളെ ദുഃഖമായി മാറിയെന്ന് വരാ, എങ്കിലും അവിടെയും ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ മാറി മാറി വരും. സ്തോത്രം. കാക്ക കുറച്ചു കാലം കൊണ്ടുവന്ന് അപ്പം കൊടുക്കും. കെരീത്ത് തോട്ടിൽ നിന്ന് കുറച്ചു നാൾ വെള്ളം കിട്ടും. എന്നാൽ അതൊക്കെ നിൽക്കും. അവിടെ ദൈവമുണ്ട്. ഇത് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നതാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിലതൊക്കെ ചിലപ്പോൾ നിൽക്കും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ ശരീരസുഖം പോകും. ഇങ്ങനെ തുടങ്ങി അവിടെ ഒരു ദൈവ പൈതൽ ധൈര്യത്തോടെ പറയണം, ദൈവമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം പരീക്ഷിക്കുന്നു. അന്ന് വേണ്ടുന്നത് അന്ന് പെറുക്കിക്കും. പിന്നെ 6-ാം ദിവസം നീ എന്ത് ചെയ്തേക്കണം? അടുത്തതും കൂടെ പെറുക്കിക്കും. അപ്പോൾ ഇത് നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ടല്ല, ദൈവത്തിന് അങ്ങനെയും സൂക്ഷിക്കാൻ പറ്റും. ആർക്ക് മനസ്സിലായോ? ഒരു ജോലി തന്നത് ദൈവമാണ്, വിദ്യാഭ്യാസം തന്നത് ദൈവമാണ്, ഉയർച്ച തന്നത് ദൈവമാണ്. പക്ഷെ അത് വെച്ച് നീ ദൈവത്തെ പരീക്ഷിക്കരുത്. ജോലി ഉണ്ടെങ്കിലേ നടക്കൂ എന്നൊന്നും കരുതരുത്. ഈ ജോലി ഇല്ലെങ്കിലും ദൈവം നടത്തും എന്ന് പറഞ്ഞ് ജോലി കളയണമെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. ജോലിയിൽ നീ അങ്ങ് അമിതമായി ആശ്രയിക്കരുത്. പഠിക്കാൻ ബുദ്ധി തന്നത് ദൈവമാണ്, നല്ല പോസ്റ്റുകൾ തന്നത് ദൈവമാണ്. ഇതില്ലെങ്കിലും ദൈവം നടത്തും. ഇനി ഒന്ന് നഷ്ടപ്പെട്ടാലും നാളെ ദൈവം മറ്റൊന്ന് തരും. പ്രൈസ് ദി ലോർഡ്. അയ്യോ പോയല്ലോ എന്നൊന്നും പറയരുത്. ദൈവമുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. എത്ര പേർക്കത് മനസ്സിലായി? നമുക്കറിയാം, ചിലര് ഇതനുസരിക്കാതെ കൂടുതൽ പെറുക്കി. അതൊക്കെ 6-ാം ദിവസം അങ്ങനെ പെറുക്കിയതൊന്നും എന്ത് ചെയ്തില്ല? ക്രമിച്ചുപോയി, ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി. സ്തോത്രം. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എത്ര പെറുക്കിയാലും ദൈവം അനുവദിക്കുന്നതേ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ എല്ലാം കീ അങ്ങ് മേളിൽ ഇരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ കൺട്രോളിങ് സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ജിയോ, എയർടെൽ ഇതിനൊക്കെ ഭയങ്കര സ്പീഡാണ്. 1 TVയും 2 TVയും ഒക്കെ സ്പീഡുണ്ടെന്ന് പറയുന്നു. പണ്ട് ഇവിടെ GB ആണ് നമ്മളിവിടെ വച്ചുകൊണ്ടിരുന്നത്. 4 Mbps സ്പീഡെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഭയങ്കര സ്പീഡാണ്. ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് അവിടെ സ്പീഡുണ്ടെങ്കിലും എനിക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ ഞാൻ ആ പ്ലാൻ എടുക്കണം. അവരവിടെ അനുവദിക്കണം എനിക്ക് എത്ര സ്പീഡ് വേണമെന്ന്. മനസ്സിലായോ? ഇതുപോലെ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ധാരാളം ഉണ്ടെങ്കിലും തമ്പുരാൻ തരും, അനുവദിക്കുക. ഇനി മറ്റൊന്നുകൂടെ പറയാം, ആ അനുവദിക്കുന്നത് മതി. എത്ര പേർക്ക് സ്തോത്രം പറയാം? ദൈവം എനിക്ക് അനുവദിക്കുന്നത് മതി എന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇത് മതി, ദൈവം എനിക്ക് ഇത്രയും അനുവദിച്ച് തന്നിട്ടുണ്ട്, അത് മതി. സ്തോത്രം. ഇനി നാളെയാണ് ആവശ്യമെങ്കിൽ നാളെ മാറ്റിത്തരും.
ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ ഒരു പോളിസിയുണ്ട്. അതിൻ്റെ ഒരു കണ്ടീഷനാണ്, ഇപ്പോൾ ചില ഇതിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ആ 10 ലക്ഷം തീർന്നാൽ പിന്നെയും 10 ലക്ഷം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പോളിസി ഒന്നും എടുക്കാൻ പോകണ്ട, അതല്ല പറഞ്ഞ്, അതും തീർന്നാൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്ന പോളിസിയുണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നവരുമുണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും കൊടുക്കും. അതിനൊക്കെ കുറേ കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ടേ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് കേട്ടോണ്ട് അവിടെ ചെന്ന് അൺലിമിറ്റഡ് ആണെന്നും പറയരുത്. ഓരോ പ്രാവശ്യവും ഇതൊക്കെ ആഡ് ചെയ്ത് തരുന്നതിനൊക്കെ അവർക്ക് ഓരോ കണ്ടീഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ദൈവം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പരിപാടിയില്ല. നമുക്കെപ്പോഴാണ് ആവശ്യം അതിനോട് ഇങ്ങനെ ആഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ ആഡ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. നമ്മളൊരു പാട്ട് പാടാറില്ല, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ. നിങ്ങൾ കാറ്റോ മേഘമോ ഒന്നും കാണുകയില്ല, പക്ഷെ ഈ കുഴികൾ മാത്രമല്ല താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് അകത്തത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്. നിനക്കധികം തരാത്തത് എന്തിനെന്നറിയാമോ? അധികം തരാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? എൻ്റെ ദൈവം നിന്നെ പരിശോധിക്കുകയാണ്. അന്നന്ന് വേണ്ടുന്നത് തന്ന് നടത്തുന്ന ഒരു സർവശക്തനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവമക്കൾക്കൊക്കെ തമ്പുരാൻ ഇങ്ങനെ അധികം വാരിക്കോരി കൊടുക്കാത്തതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? നമ്മളെ പരീക്ഷിക്കുക. അന്നന്ന് വേണ്ടുന്നത് തരും. നാളെ കൊടുക്കാൻ പറ്റുമെന്ന് എൻ്റെ മകൻ എന്നെ വിശ്വസിക്കുമോ? നിങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഭക്ഷണം തരാൻ കഴിവുള്ള ദൈവത്തിന് ഈ ഒരു ആയുസ് മുഴുവനുള്ളത് നേരത്തെ തരാൻ പറ്റത്തില്ലേ? ഞാൻ ഇതെവിടെ കൊണ്ട് വയ്ക്കും? നമ്മൾ ഒന്ന് ചിന്തിച്ചേ. ഇപ്പം ഒരുപാടിങ്ങ് തന്നെന്ന് വിചാരിച്ചോ, ഇതെവിടെ കൊണ്ട് വയ്ക്കും? ഒരുപാട് കിട്ടിയവർ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണ്. ED ഒരു വശത്തൂടെ വരുന്നു, ID വേറൊരു വശത്തുനിന്ന് വന്നു, IT അപ്പുറത്തുനിന്ന് വരുന്നു. ഇതൊക്കെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഞെരുങ്ങുമ്പോൾ ഇവിടെ ഒരു EDയും ഇല്ല, IT ഇല്ല. അന്നന്നിങ്ങനെ കിട്ടി ആഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് സ്വോത്രം പറയാം? മനസമാധാനവും കൊണ്ട് കാര്യം നടക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ ആവശ്യം. സ്തോത്രം. ഒരു സാധുവായ മനുഷ്യൻ്റെ കഥ പാസ്റ്റർ പറയാറുണ്ടല്ലോ. അവനൊന്നുമില്ലെങ്കിലും ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ഒക്കെയാണ്. സ്തോത്രം. അപ്പോൾ അടുത്തുള്ള ധനവാന് തോന്നി ഇവൻ്റെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഒന്ന് നിർത്തണം. അവൻ കണ്ടൊരുത്തിയാണ്, ഇവനെ ഒരു 3 പവൻ കൊണ്ടങ്ങ് കൊടുത്തു. അന്നത്തെ പവനെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇവന് ഭയങ്കര സന്തോഷമായി. വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയതാണ്. ഇവനെ അതും വെച്ച് പകൽ മുഴുവനും സന്തോഷിച്ചു. രാത്രി ആയപ്പോൾ മടിയിലിങ്ങനെ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങി. അവന് ഉറക്കം വരുന്നില്ല. വല്ലവനും വന്നെടുത്തോണ്ട് പോയാലോ? അവൻ കൊണ്ട് പെട്ടിക്കകത്ത് കൊട്ടി വെച്ചു. എന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം വീട് അടച്ചുറപ്പില്ലാത്ത വീടാണ്. ആർക്ക് വേണം എപ്പോഴും കയറി വരാൻ. പെട്ടിയോടെ എടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യും? പിന്നെയും ഉറക്കം പോയി. പിന്നെ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് വെച്ച് നോക്കി, അതിൻ്റെ പുറത്ത് കയറി ഇരുന്നു. അങ്ങനെ ഉറങ്ങാതെ വേരം വെളുപ്പിച്ചിട്ട് അവൻ കാണിച്ച ബുദ്ധി ഇതിനെ കൊണ്ട് അവന് തിരിച്ചു കൊടുത്തു.
അങ്ങ് തന്നെ വെച്ചാട്ട് സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തോളാം, ചോദിച്ചോളാം. സ്തോത്രം. തമ്പുരാൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സമയം വരുമ്പം നമുക്ക് ചോദിക്കാം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് നിക്ഷേപം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ കയ്യിലില്ലെങ്കിലും ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കാൻ തക്ക സമയത്ത് ദൈവം തന്നു നടത്തും. മന്ന തന്നു, തന്നിട്ട് പരീക്ഷിച്ചു. അന്നെന്നുള്ളതേ എടുക്കുകയുള്ളൂ. എന്നെ വിശ്വസിക്കുമോ? അപ്പോൾ ജോലി കിട്ടിയാലും ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവിക വിഷയങ്ങളിലൊക്കെ ചെയ്യാനും ഒക്കെ എന്ത് വയ്ക്കണം? വയ്ക്കണം. സ്തോത്രം. അവിടെയും നമ്മളെ ചിലപ്പോൾ പരീക്ഷിക്കും തമ്പുരാൻ. അതിന് പോകുമോ, ഇതിന് വരുമോ എന്നൊക്കെ നമ്മളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പറയണം, എന്തായാലും ഞാൻ ഈ കാര്യത്തിനെ ചെയ്യൂ. ദൈവത്തിന് വില കൊടുക്കുമോ എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യും. സ്തോത്രം. ആ ടെസ്റ്റിൽ തോറ്റു പോകരുത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ടെസ്റ്റിൽ തോൽക്കരുത്. ജയിക്കുന്ന ഇടത്താണ് ഐശ്വര്യമായ അനുഗ്രഹം. ഇനി സമയം ഇതിന് ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇത് നമുക്ക് തന്ന് പരീക്ഷിച്ചു, ഇനി തരാതെയും പരീക്ഷിക്കും. വായിക്കാം. ആവർത്തന പുസ്തകം 8 അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. കണ്ടോ? ദൈവം നിന്നെ പരീക്ഷിച്ചു. എന്തിന് പരീക്ഷിച്ചു? 2 കാര്യം. ഒന്ന്, ദൈവ കൽപ്പനകൾ നീ പ്രമാണിക്കുമോ? മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണ്? ശരിക്കും നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? മനസ്സിലായോ? കാരണം ഈ ഹൃദയത്തിൽ ഇരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാനൊക്കത്തില്ല. അതെപ്പോഴും അറിയുമെന്ന് ചോദിച്ചാൽ ചെങ്കടലിൻ്റെ മുമ്പിൽ വരുമ്പോൾ അറിയും. മനസ്സിലായില്ലേ? അതുവരെ മോശ നന്നായിട്ടെന്നൊക്കെ പറയും. അയ്യോ, മോശ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ചെങ്കടലിൻ്റെ മുമ്പിൽ വരുമ്പം ചോദിക്കും, നീ ഞങ്ങളെ കൊല്ലാനോ കൊണ്ടുവന്നത്? മനസ്സിലായോ? അപ്പൊ ചെങ്കടൽ കിടന്ന് അപ്പുറത്ത് വരുമ്പം പറയും മോശ കൊള്ളാം. അപ്പം നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ തമ്പുരാൻ ഇങ്ങനെ അങ്ങനെയുള്ളവരെ നോക്കിക്കോണം. സ്തോത്രം. ഒരിക്കൽ ഒന്ന് പറയും, അല്പം കഴിയുമ്പോൾ അത് ഈ സാഹചര്യം മാറുന്നതിനനുസരിച്ചാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെ വരരുത്. തന്നാലും തന്നില്ലെങ്കിലും ദൈവം നല്ലവൻ. ഹൃദയത്തിലിരിക്കുന്നത് അറിയണം. പിന്നെ നിന്നെ താഴ്ത്തുമ്പോൾ നീ ദൈവകൽപ്പന പ്രമാണിക്കുമോ? അപ്പൊ നേരത്തെ മന്ന തന്നിട്ട് പരീക്ഷിച്ചു. ഇവിടെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തു? താഴ്ത്തിയിട്ട് നമ്മോട് ചോദിക്കുന്നു, ഇനി നിനക്കെന്നെ അനുസരിക്കാൻ പറ്റുമോ? ഇപ്പൊ ചിലയിടത്തൊക്കെ നമ്മളെ താഴ്ത്തിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? എന്നെ പരിഗണിച്ചില്ല, എൻ്റെ പേര് പറഞ്ഞില്ല. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ താഴ്ത്തിയാലും നീ ദൈവവാക്കനുസരിക്കുമോ? എല്ലാവരും എന്നെ മാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു നീ കൊള്ളത്തില്ലെന്ന്. എങ്ങനെ നീ റിയാക്ട് ചെയ്യും? ദൈവവാക്കനുസരിക്കുമോ? സ്തോത്രം. ഒരല്പം മുമ്പ് എല്ലാവരും പ്രശംസിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. എന്താണ് കാര്യമെന്നറിയാമോ? ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്തതാണ്. ദൈവം അനുവദിക്കാതെ ആർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ? നീ അങ്ങനെ കരുതുന്നുണ്ടോ? സ്തോത്രം. നീ തെളിയിക്കണം.
എന്നെ താഴ്ത്തിയാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് പ്രമാണിച്ച് ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ, അതിൻ്റെതായ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു താഴ്ച സംഭവിച്ചാലും ഞാൻ ദൈവവാക്കനുസരിക്കും. ഇസ്രായേലിനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്ന് എത്രയോ പ്രാവശ്യം ദൈവം താഴ്ത്തിയെന്നറിയാമോ? ഗിദെയോന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ഭയങ്കര മനോഭാവം, അവർ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്നാണ് അവരുടെ ഒരു ധാരണ. ആർക്കും അടിമയായിരിക്കാൻ അവർക്കൊരിക്കലും താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആധുനിക ലോകത്തും അങ്ങനെയാണ്, പണ്ടും അങ്ങനെ തന്നെയാണ്. ഇവരെ ദൈവസന്നിധിയിൽ പാപം ചെയ്തപ്പോൾ മിദ്യാന്യരെ കൊണ്ടുവന്ന് ഇവരെ അടിമകളാക്കിച്ചു. അപ്പം ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ അഹങ്കാരം വന്ന് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഏതെങ്കിലും ഒരു ജാതിയെ വരുത്തും, ഒന്നെങ്കിൽ ഫെലിസ്ത്യരെയോ അല്ലെങ്കിൽ മിദ്യാന്യരെയോ ആരെയെങ്കിലും കൊണ്ടുവന്ന് ഇവരെ തോൽപ്പിച്ച് ഇവരെ അടിമയാക്കി വയ്പ്പിക്കും. അവർ പ്രബലരാകും. അവസാനം ഇവരിന് ശരിയാകണമെങ്കിൽ ഇവർ നിലവിളിക്കണം, ദൈവമേ ഞങ്ങൾ കുറ്റം ചെയ്യും. സ്തോത്രം. ഇവരെ താഴ്ത്തും. നമുക്കറിയാം മിദ്യാന്യര് ആ ഗിദെയോന്റെ കാലത്ത് ഇവരെ മൊത്തത്തിൽ, ഇവർക്കൊന്നും വിതയ്ക്കാനോ ഒന്നും ഭക്ഷിക്കാനോ പോലും പറ്റാത്ത തരത്തിൽ ക്ഷാമം അവിടെ വന്നു. അതാണ് നമ്മൾ ഈ തിരുമേശയ്ക്കൊക്കെ അവസാനം ആ വാക്യം പറയുന്നത്. ഈ ബലത്തോടെ നീ എന്ത് ചെയ്യണം? പോകണം, നീ അവനെ ജയിക്കുമെന്ന്. അതുകൊണ്ട് നമ്മെ ദൈവം ചില സന്ദർഭങ്ങളിൽ താഴ്ത്തും. എന്താണ് ദൈവം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം? നമ്മെ പരീക്ഷിക്കുന്നു. വിചാരിച്ച അഡ്മിഷൻ കിട്ടത്തില്ല, വിചാരിച്ച ജോലി കിട്ടത്തില്ല, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദൈവം കയറി ഇടപെടും. എന്തിന് പരീക്ഷിക്കുന്നു? അനുസരിക്കുമോ? എന്നെ പിന്നെയും പിൻപറ്റുമോ? ചില കുട്ടികളൊക്കെ പറയോ, ഞാൻ വിചാരിച്ച കിട്ടിയില്ല, ഇനി ഒന്നും പഠിച്ചിട്ട് കാര്യമൊന്നും. അങ്ങനെയൊന്നുമല്ല വിചാരിക്കേണ്ടത്. അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ജീവിതമൊന്നും തീർന്നു പോകത്തില്ല. മനസ്സിലായോ? ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ജീവിതം തീർന്നു പോകത്തില്ല. ഏറ്റവും നല്ലത് തരാൻ ദൈവം വിശ്വസ്തനാണ്. ഏറ്റവും നല്ലത്, ഉത്തമമായത് തരാൻ ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വരരുത്. അപ്പോൾ അനുഗ്രഹിച്ചും നന്മ തന്നും മന്ന തന്നും പരീക്ഷിക്കും, നമ്മെ തരാതെ നമ്മെ താഴ്ത്തിയും പരീക്ഷിക്കും. എന്താ രണ്ടിൻ്റെ ഉദ്ദേശം? ഞാൻ ദൈവകൽപ്പന അനുസരിക്കുമോ? സ്തോത്രം. ഇനി ആവർത്തനം 8:16 വായിച്ചാട്ടെ. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത. മതി. എന്തിനാണ് നിന്നെ താഴ്ത്തുന്നതെന്നറിയാമോ? വായിച്ചില്ലേ? നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. ഹല്ലേലൂയ. ചില മേഖലകളിൽ നിന്നെ താഴ്ത്തി അനുസരിക്കുമോ, നീ ക്ഷമയോടെ ഇരിക്കുമോ എന്ന് നിന്നെ പരീക്ഷിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിൻ്റെ അപ്പുറത്തൊരു ജയം എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. നിന്നെ താഴ്ത്തുന്നത്, നിന്നെ പരീക്ഷിക്കുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ദൈവം ചില നന്മയും വിജയവും കരുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം താഴ്ത്തിക്കളഞ്ഞു എന്നല്ല പറയേണ്ടത്. ഞങ്ങളുടെ ദൈവദാസന്മാരുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം ഇവിടെ വെച്ച് നടക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ദൈവദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അതിലൊരു ദിവസം വന്ന് താനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: നമ്മളൊക്കെ അങ്ങോട്ട് പരീക്ഷ ഫീസ് അടച്ചാണ് പരീക്ഷ എഴുതാറുള്ളത്, അല്ലേ? നല്ല നമ്മുടെ സ്കൂളിലെ കാര്യമല്ല ഞാനീ പറഞ്ഞേ. നല്ല പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തു ചെയ്യും? അങ്ങോട്ട് ഫീസ് അടച്ചാൽ മാത്രം പോരാ, എന്നാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ദിവസമെന്ന് കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയിരിക്കണം. 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അർദ്ധരാത്രിക്ക് 2 മണിക്കായിരിക്കും തുടങ്ങുന്നത്. ഈ നീറ്റിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്ന് 4 മണിക്ക് ഓപ്പൺ ചെയ്യും, എല്ലാം കൂടെ 4 മണിക്ക് ഇടിച്ചു കയറും, ആ സൈറ്റ് ഹാക്കാവും, അനങ്ങയില്ല. പിന്നെ പറയും 6 മണിക്ക് തുടങ്ങും. 6 മണിക്കെല്ലാം കൂടെ വന്ന് നോക്കിയിരിക്കും, 6 മണിക്കും വരത്തില്ല. അടുത്ത ദിവസം പറയും രാവിലെ 10. ഇങ്ങനെ അയ്യോ എല്ലാവരും ഗ്രൂപ്പിലിടും, ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണേ, പറയണേ എന്ന്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 10 മണിക്ക് ആരാധനയില്ല, ഇല്ലേ? 9 മണിക്ക് ആരാധന ഇരിക്കും. നമ്മൾ പറയുന്നു 11 മണിക്കാണ് ആരാധന എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ 11 മണിക്ക് വരത്തില്ലായിരുന്നോ? മറ്റത് അങ്ങനെയല്ല, അവിടെ നിന്ന് പോകാനൊക്കത്തില്ല. കാരണം ഇതിപ്പോൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് അങ്ങ് തെലങ്കാനയിലായിരിക്കും, അവിടെ പോയി എഴുതേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടണമെങ്കിൽ പിന്നെ അവിടെ എന്തൊക്കെ പാർട്ടാണെന്നറിയാം. അത് ഓരോന്നായിട്ട് ലോഡ് ചെയ്ത് ഇങ്ങനെ വളരെ ക്ഷമയോടെ നമ്മളങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും ചെയ്താണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? എന്തിനാണ് മെനക്കെട്ടിരിക്കുന്നത്? പരീക്ഷ എഴുതാൻ. അപ്പൊ ഇത്രയും മെനക്കേടൊന്നും ഇല്ലാതെ തമ്പുരാൻ നേരിട്ട് പരീക്ഷ നടത്തിത്തരുന്നു, നമുക്ക് എഴുതാൻ വയ്യ. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പൈസ മാത്രം അടച്ചിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാം, ഇത്രയും കുറച്ച് പൈസയില്ല. ഇത് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. അതിൽ പറയുന്നതെല്ലാം ചെയ്ത് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു നോക്കിയിരിക്കും. എന്നിട്ട് ഇവിടെ ഉള്ളവനെ പിടിച്ച് അങ്ങ് 50 കിലോമീറ്റർ അപ്പുറത്ത് നമ്മളൊക്കെ ചോദിക്കും, ഇവിടെ എത്ര സ്കൂളുണ്ട്? അവിടെ എഴുതിയിട്ടുള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്നേ. അവിടെ ചെന്ന് അവിടെയാണെങ്കിൽ കാറ് പോലും കയറാത്ത വഴി, അവിടെ ചെന്നപ്പം ബ്ലോക്ക്, എന്തൊക്കെ പാടുപെട്ട് എന്തെഴുതുന്നു. അതാ ഓർമ്മ വേണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ്? പരീക്ഷ എഴുതാം. അപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിള്ളേർ കിടന്ന് കരയുന്ന കരച്ചിൽ. കാരണം ഒരു സമയം കഴിഞ്ഞ് അകത്തോട്ട് കയറ്റി വിടത്തില്ല. ഈ ബ്ലോക്കല്ലേ, ആളുകളെല്ലാം കൂടെ വണ്ടിയും കൊണ്ടുവന്ന് നിൽക്കുകയാണ്. എന്നെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യം, സമയം കഴിഞ്ഞു, ഗേറ്റ് അടച്ചു. ഒരു മോനെ അപ്പുറത്തൂടെ മതിലെടുത്ത് ചാടി അവിടെ ചെന്നു, അകത്ത് സെക്യൂരിറ്റിക്കാരപ്പുറത്തൂടെ പിടിച്ച് പുറത്തുകൊണ്ട്. സ്തോത്രം. അന്നേരമാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഓർത്തുപോയത്. ഗേറ്റടച്ച അവർക്കൊക്കെ പറയാൻ ന്യായമുണ്ട്. റോഡ് ബ്ലോക്കായിരുന്നു, എങ്ങനെ വരും? അല്ലേ? ന്യായമായ കാരണമല്ലേ, എങ്ങനെ പറയാൻ പറ്റും? അവർക്കതൊന്നും അറിയണ്ട. ദൈവമക്കളെ, യേശു വരാറായി. സ്തോത്രം. ഒരുക്കം അനിവാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും പ്രയാസം, എഴുതാൻ പറ്റാതെ വരുന്നത് അമ്മയപ്പന്മാരിരുന്ന് കരയുന്നു. കാരണം ചാൻസ് പോയി. മക്കൾ കരയുന്നു. എന്തിന്? പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന നമുക്ക് ജയിക്കാൻ വയ്യ. മനസ്സിലാകുന്നുണ്ടോ? ഒരു പരാജയമായി പരീക്ഷയെ കാണരുത്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ട്?
ചില വഴികളിലൂടെ ദൈവം നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് മുന്നോട്ട് നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിൽക്കാലത്ത് അതിനെ നീ ജയിച്ചാൽ, അതിനെ നീ നന്നായി ഫേസ് ചെയ്ത് നേരിട്ടാൽ, അതിൻ്റെയൊക്കെ വിജയങ്ങളും നന്മകളും നീയും നിന്റെ കുടുംബവും തലമുറയും അനുഭവിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവിക പദ്ധതി മുന്നിൽ എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ട് പിൽക്കാലത്തൊരു നന്മ നിന്റെ കുടുംബത്തിൽ തരേണ്ടതിന് ഇക്കാലം അത്രയും ദൈവം നിന്നെ താഴ്ത്തി നടത്തിയതിനെ നീ അറിയണം. സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന, ഞാൻ എപ്പോഴും ഒക്കെ പറയുന്നത് പോലെ, ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർക്ക് ഇതെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സാക്ഷ്യമാണെന്ന് പറയത്തക്കവണ്ണം ഒരു കാലത്ത് ദൈവം താഴ്ത്തിയത്, ഒരു കാലത്ത് ചില പ്രയാസങ്ങൾ വന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മ വരുത്തേണ്ടുന്നതിനായിരുന്നു എന്ന് അകത്ത് സാക്ഷ്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരുടെയും സാക്ഷ്യം നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറയുന്ന ചില മേഖലകൾ, ചില സമയത്ത് താഴ്ത്തിയത്, ചില വേദനകളിലൂടെ കടന്നുപോയത് ഈ വലിയ നന്മ പ്രാപിക്കേണ്ടതിനായിരുന്നു എന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ അങ്ങനെ പറയത്തക്കവണ്ണം അവസരമൊരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അകത്തുറപ്പുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിലൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ എൻ്റെ ദൈവം വലിയവൻ. എന്നെ താഴ്ത്തിയത്, എനിക്ക് മന്ന തന്നത്, ഞാൻ ദൈവത്തെ അനുസരിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കേണ്ടതിന്. ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരീക്ഷ വരുമ്പോൾ എന്തിന് പരീക്ഷ എന്നല്ല അകത്ത് വരേണ്ടത്, എനിക്കിത് ജയിക്കണം. വാക്കൊന്നൂടെ പറയുന്നു, എന്തിനെൻ്റെ ജീവിതത്തിൽ ഇത്ര ശോധന എന്നല്ല പറയേണ്ടത്, അതിനെ ജയിക്കണം.